വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം സുന്ദരിയായ ഒരു യുവതിയെ കൊത്തിപ്പറിച്ചൊരു കഥയാണ്. കഥയല്ല, നടന്ന സംഭവം. പറയരുതേ പറയരുതേ എന്ന് പല പ്രാവശ്യം വിചാരിച്ചതാണ്. അപ്പോഴാണ് ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ വന്ന ആ യുവതിയെ കണ്ടത്. പഴയ കാര്യങ്ങൾ ഓർത്തുപോയി. വേറൊന്നുകൊണ്ട് തന്നില്ല. ആ യുവതി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹോദരിയുടെ മകളാണ്. സംവിധായകനാവട്ടെ മറ്റു ചില സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഈ യുവതിക്ക് ഒരേ ഒരു ആഗ്രഹം, ഒറ്റ പ്രാവശ്യം ഒരു സിനിമയിൽ അഭിനയിക്കണം. ഒരാഗ്രഹമാണ്. അത് കഴിഞ്ഞ് തിരിച്ച് അമേരിക്കയ്ക്ക് പോകുന്നു. അങ്ങനെ ആ കുട്ടി അമ്മാവനോട് പറയുന്നു. അമ്മാവനത് തനിക്ക് വേണ്ടപ്പെട്ട, അതായത് പട്ടാളക്കഥ പറഞ്ഞ സംവിധായകനോട് സംസാരിക്കുന്നു. ആ പട്ടാളക്കഥ പറഞ്ഞ സംവിധായകൻ്റെ പടത്തിലെ സൂപ്പർ നായകൻ നടന്മാരുണ്ട്. അവർ കുട്ടിയെ ഫോട്ടോ കണ്ടപ്പോൾ സന്തോഷമായി. ഒരു സിനിമയല്ലേ നമുക്ക് കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ വേറൊന്നിരിക്കുമില്ല. കാരണം നമുക്ക് വിശ്വാസമുള്ള, നമുക്ക് അടുപ്പമുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ സുരക്ഷിതമായിട്ടാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുന്നത്. അതൊരു വിശ്വാസമാണ്. ഇവരിൽ നിന്നും ചതി ഉണ്ടാവുകയില്ല എന്നുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ വെച്ചാണ് ഷൂട്ടിങ്ങിൻ്റെ തുടക്കം. ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു വീഡിയോ എടുക്കണം. അതിനുവേണ്ടി ഈ കുട്ടിയെ, ഈ യുവതിയെ വിളിക്കുകയാണത്. കൂടെ ആരും വേണ്ട. അവർ ബോൾഡായിട്ടുള്ള ലേഡിയാണ്. അവർ കൂടെ ആരും വേണ്ട. ഇന്ന് പോയി നാളെ തിരിച്ചെത്തുന്നു. ഇന്നത്തെ ഫ്ലൈറ്റിൽ പോയി നാളത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു വരുന്നു. അങ്ങനെ അവർ പോകുന്നു. സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, കഥയെക്കുറിച്ച് സംസാരിക്കുന്നു. സംസാരിച്ചപ്പോൾ കഥ പറയാൻ മിടുക്കന്മാരുമുണ്ടല്ലോ. കഥ പറഞ്ഞാൽ അതൊരു നല്ല ഹീറോയിൻ ഓറിയന്റഡായൊരു പടമാണെന്ന് ആലോചിക്കണം. ആ പെൺകുട്ടി ത്രില്ലടിക്കുകയാണ് സിനിമയിൽ. ഇതാണ് നിങ്ങളുടെ റോള്. ഈ ഒറ്റ പടത്തിൽ അഭിനയിക്കാൻ മാത്രം താല്പര്യം കാണിക്കുന്ന നിങ്ങൾ തുടരെ സിനിമയിലുണ്ടാവും. ബഹുഭാഷയിലേക്ക് പോകും. നിങ്ങൾ ഒരിക്കലും അമേരിക്കയിൽ പോകില്ല. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് കൊടുത്തത്. അപ്പോഴും ആ യുവതി പറഞ്ഞു, ഞാൻ ഒരിക്കലും സിനിമ നടിയായിട്ട് നിൽക്കണം ഒരാഗ്രഹവുമില്ല. എൻ്റെ അമ്മാവൻ സംവിധായകനാണ്, അമ്മാവൻ സുഹൃത്തുക്കളുണ്ട്, അഭിനയിക്കൊരു താല്പര്യം കൊണ്ട് മാത്രം വന്നതാണ്, ഒറ്റ സിനിമ മാത്രമേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഈ കയ്യിൽ കിട്ടിയ ഈ നിധിയല്ലേ, ഇതെങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? ഈ വിഷയം എങ്ങനെ അവതരിപ്പിക്കും? കാരണം ഇത്രയും നല്ലൊരു പെൺ ശരീരം വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. അവർ അറിയാവുന്ന മാന്യമായ ഭാഷകളിലേക്ക് കടന്നു പോയെങ്കിലും മണിപ്രവാളകൃതിയെ പോലെ രതിഭാഗങ്ങൾ സംസാരിച്ചെങ്കിലും ഇത് അറിയാത്ത മട്ടിൽ ആ യുവതിയിരുന്നു. ഇവർക്ക് മനസ്സിലായി, ഇവർ പഠിച്ച കള്ളി തന്നെയാണ്, ഇവൾക്കെല്ലാം അറിയാം. പക്ഷെ ഇവൾ വഴങ്ങില്ല എന്ന് മനസ്സിലാവും. പിന്നെയുള്ള നേരിട്ട് കാര്യങ്ങൾ ചെയ്താൽ അത് പ്രശ്നമാവും. അവരും ഇതൊന്നും വേണ്ട എന്നതിൽ നിന്ന് വളരെ തന്ത്രപൂർവം ആ യുവതിക്ക് ജ്യൂസിൽ എന്തോ കലർത്തി അവരും കുടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, അതായത് കരിമ്പിൻ തോട്ടത്തിൽ എന്ത് കടന്ന പോലെ എന്ന് പറഞ്ഞ പോലെ ഇവരെല്ലാം കയറി മയഞ്ഞു. ബോധം ഉണർന്ന ഈ യുവതിക്ക് എല്ലാം മനസ്സിലായി. അവർ കരഞ്ഞില്ല, അവർ കുളിച്ചു. ഇതൊന്നും അറിയാത്ത പോലെ ഇതെല്ലാം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, എനിക്കിഷ്ടമാണ് എന്ന് ധ്വനി കൊടുത്തുകൊണ്ട് കുളിച്ചു, ഫ്രഷായി, ഡ്രസ്സെല്ലാം തീരുമാനിച്ചു. എന്നാ ഷൂട്ടിംഗ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു. ഷൂട്ടിംഗ് അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ സമയം അവർ കുറച്ച് രൂപയെടുത്ത് ഈ പെൺകുട്ടിക്ക് കൊടുക്കുകയാണ്. പറഞ്ഞു, രൂപ വേണ്ട, ഞാൻ പണത്തിന് വേണ്ടി വന്നതല്ല, എൻ്റെ അങ്കിളാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് തന്നിട്ടുള്ളത്. ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ ആഗ്രഹം എനിക്ക് വളരെ മനസ്സിലായി. ഈ സിനിമയിൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് മനസ്സിലായി. പച്ച മാംസം വേവിക്കാതെ കഴിക്കുന്നവരാണ് സിനിമയിലെ ഭൂരിഭാഗം പേരുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഒരു സെക്കൻഡ് ഈ തന്നെ ഉപയോഗപ്പെടുത്തി എല്ലാവരുടെയും മുഖത്ത് നോക്കി കാർപ്പിച്ച് അവരുടെ മുഖത്ത് തുപ്പിക്കൊണ്ട് സലാം പറഞ്ഞ സ്ത്രീ പോയി.